ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണുള്ളത്. പലപ്പോഴും നമ്മൾ സമാധാനത്തിന്റെ വാർത്തകൾ അല്ലെങ്കിൽ സംഘർഷഭരിതമല്ലാത്ത വാർത്തകൾ കേൾക്കണേ എന്നുള്ളത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ചില അവസരങ്ങളിൽ അങ്ങനെയല്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മളെ ഇന്ന് രാവിലെ തേടിയെത്തിയ ഒരു വാർത്ത. അമേരിക്ക ഇറാനെ ആക്രമിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഫോർദോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ കേന്ദ്രങ്ങളാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഈ ആക്രമണം പൂർത്തിയാക്കി യുദ്ധവിമാനങ്ങൾ മടങ്ങി എന്നുള്ളതാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തിട്ടുള്ളത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി 10ാം നാളാണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യക്ഷത്തിൽ അമേരിക്ക ഇടപെട്ടിരിക്കുകയാണ്. നേരത്തെ പല മുന്നറിയിപ്പുകളും നൽകിയിരുന്നു. ഇറാൻ കീഴടങ്ങണം എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. എന്നിട്ടിപ്പോൾ 10ാം നാളാണ് അമേരിക്ക നേരിട്ട് ഇടപെട്ടിട്ടുള്ളത്. B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഒരു 3 ആണവ കേന്ദ്രങ്ങളും ആക്രമിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ വരും മണിക്കൂറുകളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിസംബോധന ചെയ്യും. എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്ന കാര്യത്തിലേക്ക് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇത് ചരിത്ര നിമിഷമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റ്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പസഫിക് സമുദ്രത്തിന് കുറുകെ പറന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഉഗ്രപ്രഹരശേഷിയുള്ള US വ്യോമസേനയുടെ B-2 ബോംബർ വിമാനങ്ങളാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ആക്രമണമാണ് ഇത്. 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നമുക്കിപ്പം അശ്വജിത് സി തുടരുന്നുണ്ട്. അശ്വജിത്, യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നാലും ഈ ഒരു ആണവ സമ്പുഷ്ടീകരണം നിർത്തില്ല എന്നുള്ളതായിരുന്നു ഇറാൻ പ്രസിഡന്റ് പറഞ്ഞത്. ഇപ്പോൾ അമേരിക്ക ഒരു ആക്രമണം കൂടി നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്ത് കാര്യങ്ങൾ കൂടുതൽ കടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകില്ലേ? ജയലക്ഷ്മി, തീർച്ചയായിട്ടും ഇറാൻ ഇതിലൊരു നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് ഒരു തരത്തിലും ഈ ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നത് ആയുധങ്ങൾ ഉണ്ടാക്കാനല്ല, അത് ആഭ്യന്തരമായ ആവശ്യങ്ങൾക്ക്, എനർജി, ഊർജ്ജം അടക്കമുള്ള മേഖലകളിൽ ആഭ്യന്തരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് ഇറാൻ തുടക്കം മുതൽ പറയുന്നത്. എന്നാൽ അമേരിക്കയും ഇസ്രായേലും ആവർത്തിച്ച് ലോകത്തോട് പറയുന്നത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം പരിപൂർണമായൊരു യുദ്ധ സാഹചര്യത്തിലേക്ക്, ഒരുപക്ഷെ ഇതൊരു വിനാശകരമായ പ്രവൃത്തികൾക്ക് വേണ്ടി മാത്രമാണ് എന്നതാണ് അമേരിക്കയുടെ വാദവും. അത് ഇന്നലെ UN സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗിലും ഇതൊക്കെ തന്നെയാണ് രാജ്യങ്ങൾ ആവർത്തിച്ചതും. ഒരുപക്ഷെ ഇത് കഴിഞ്ഞ 1-2 മാസങ്ങളായോ അല്ലോ 1-2 വർഷങ്ങളായല്ല, ഇത് കാലങ്ങളായി തന്നെ തുടരുന്ന വിഷയമാണ്. ജിജിൻ അതുകൂടെ പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ചരിത്രം, ഒരുപക്ഷെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ആണവ വിഷയത്തിലടക്കം വരുന്ന പല കാലങ്ങളിൽ പല മാറ്റങ്ങൾ, ഇത്തരത്തിൽ വന്ന ആ ഒരു ടൈം ലൈൻ ഒന്ന് വിശദീകരിക്കും. അതായത് അശ്വിത്ത്, ഇറാനും അമേരിക്കയും തമ്മിൽ പെട്ടെന്നുണ്ടായ ഒരു എതിർപ്പൊന്നുമല്ല. വർഷങ്ങളായി ഇറാനെ അല്ലെങ്കിൽ ഇറാന് വേണ്ട സഹായങ്ങൾ നൽകിയത്, അതായത് ഷാ ഭരണകാലത്ത് വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകിയതെല്ലാം അമേരിക്കയായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ഇസ്ലാമിക റവല്യൂഷൻ നടന്ന കാലഘട്ടത്തിൽ അമേരിക്ക പിന്നെ ശത്രുപക്ഷത്തായി. ഖൊമനേയി അധികാരത്തിൽ വരികയും 1979 ശേഷം അമേരിക്ക ഒരു എതിർചേരിയിലേക്ക് ഇറാൻ കാണാൻ തുടങ്ങുകയും ചെയ്തു. അതിനുശേഷമാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുത ശരിക്കും തുടങ്ങുന്നത്. അത് ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളുമായി ഇറാൻ മുന്നോട്ട് പോകുമ്പോഴെല്ലാം തന്നെ അമേരിക്ക പറയുന്നത് ഇറാൻ എത്രയും വേഗം തന്നെ ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇറാൻ എല്ലാ കാലത്തും പറയുന്നത് ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളുമായി മുന്നോട്ട് പോകും, അമേരിക്കയുടെ തിട്ടൂരം കേൾക്കാൻ തയ്യാറല്ല എന്ന നിലപാട് തന്നെയാണ് ഇറാൻ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 2000 കാലഘട്ടങ്ങളിൽ അമേരിക്ക ഇറാൻമേൽ ഉപരോധം ഏർപ്പെടുത്തി. ഈ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികളിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഉപരോധം ഏർപ്പെടുത്തി. ആ ഉപരോധത്തിന് പിന്നാലെ പല ചർച്ചകൾ നടക്കുകയും ഉപരോധം പിൻവലിക്കാനുള്ള ബറാക് ഒബാമയുടെ കാലത്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു.